റയോൺ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന കളക്ഷനാണ്. സമ്മർ സ്പെഷ്യലാണ്. ആൻഡ് ഇതിൻ്റെ പ്രൈസ് 895 അല്ല, വെറും 795 റേഞ്ചിലാണ് ഈ തവണ വന്നിരിക്കുന്നത്. ഇത് കുറച്ചും കൂടി ഭയങ്കര ചൂടൊക്കെയാണ്. ഒത്തിരി പേര് ഇങ്ങനത്തെ കോട്ടണും റയോണും ഒക്കെയാണ് ചോദിക്കുന്നത്. നമ്മളൊരു ചെറിയ ഡിസ്കൗണ്ട് പ്രൈസിലാക്കി വെറും 795 ഇതിൻ്റെ പ്രൈസ് ഇപ്പം വരുന്നുള്ളൂ. ആൻഡ് കളേഴ്സ് യൂഷ്വലി ഉള്ള പോലെ 4 ഇതോടെ കൂട്ടി 4 കളർ ഷെയ്ഡ്സിലാണ് വരുന്നത്. ആ റെഡ്, ബ്ലാക്ക്, നേവി ബ്ലൂ, ആ ഒരു നേരത്തെ കാണിച്ച അതേ കോമ്പിനേഷൻസ് തന്നെയാണ് നമ്മൾ ഇതിൽ കൊണ്ടുവന്നേക്കാം. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. വേഗം നോക്കാം. സോ ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ലുക്ക് വന്നിരിക്കുന്നത്. അതായത് ഫ്രണ്ടിൽ പാനൽ പാറ്റേണിലാണ് വർക്ക് പോയിരിക്കുന്നത്. താഴെ വരെയും ആ ഒരു ബോർഡർ പോലെ ഹൊറിസോണ്ടലിയും ബോർഡർ പോയിട്ടുണ്ട്. പിന്നെ സൈഡ്സിൽ ഈ ഒരു വർക്കാണ് കൊടുത്തേക്കുന്നത്. ബാക്കിലും സെയിം ഈ ഒരു വർക്ക് തന്നെ ഫുൾ സ്കാറ്റർ ചെയ്ത് വരുന്നുണ്ട്. നല്ല ഐറ്റമാണ്. റയോൺ കോട്ടൺ ആണ്. ആൻഡ് വളരെ ലോ റേഞ്ചിലാണ് ഈ ഒരു തവണ നിങ്ങൾക്ക് വരുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് മിസ് ചെയ്യാതെ വാങ്ങിച്ചോളൂ. നല്ല പിടിച്ചുപറിയുള്ള റൈറ്റുമാണ്. ഒരുപാട് ഡിസൈൻസ് നമ്മളിതിൽ കാണിച്ചിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് കാണുമ്പം നമുക്കിങ്ങനെ ഒരു പാച്ച് വർക്ക് പോലെ തോന്നും. പാച്ച് വർക്ക് അല്ല, ഫുൾ ഒരു അച്രാക്ക് പ്രിന്റ് ആണ് ഇതിൽ ഫുള്ള് കൊടുത്തേക്കുന്നത്. ബോർഡർ പോലെ ഇങ്ങനെ ഒരു ടെമ്പിൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ടെന്നുള്ളത് പാച്ച് അല്ല ചെയ്തേക്കാം. ദുപ്പട്ട താഴെ ഭാഗത്ത് കൊടുത്തേക്കുന്ന ആ ബോർഡറാണ് ദുപ്പട്ടയുടെ സെന്ററിൽ പോയേക്കുക. ബാക്കി പോർഷൻസിൽ ചെറിയ അച്രാക്ക് പ്രിന്റ് കൊടുത്തേക്കുന്നു. ബോട്ടത്തിൽ വരുമ്പോഴും സെയിം ഇതുണ്ട്. ഫുൾ ആ ഒരു അജ്രക് ഡിസൈൻ ആണ് പ്രിന്റഡ് ആയിട്ട് കൊടുത്തേക്കുക. വേണമെങ്കിൽ അഡീഷണൽ ടോപ്പും ഈ ഒരു ബോട്ടം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. പിന്നെ ഈ ഒരു വളരെ ലോ റേഞ്ച് ആണ്. എന്നാൽ കുറച്ച് കെയർ ഒക്കെ ഇട്ട് ഈ ഒരു ഫാബ്രിക് ഇതുവരെയും ഒരു കംപ്ലൈൻറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല. എന്നാലും എപ്പോഴും ഞാൻ പറയും, ഇത്ര ലോ റേഞ്ചിൽ വരുന്ന ഐറ്റം ഒക്കെ ആയതുകൊണ്ട് കുറച്ച് കെയർ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ടൈം യൂസ് ചെയ്യാൻ പറ്റും. അത് ലുക്ക്. സോ ഇതാണ് അടുത്ത കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത്. നേവി ബ്ലൂ ആണ്. ജസ്റ്റ് എല്ലാത്തിലും ആ അജ്രക് കോമ്പിനേഷൻസും ഒക്കെ സെയിം തന്നെയാണ്. ബേസ് കളേഴ്സിലാണ് ഇതിൽ ചേഞ്ച് വന്നിരിക്കുക. നല്ലൊരു ഇത് വേണമെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പം ഒരു കഫ്താൻ സ്റ്റൈലിൽ സ്റ്റിച്ച് ചെയ്താലും കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിരിക്കും ആ ടോപ്പ് തന്നെ. അതായത് ഈ ഒരു പോർഷൻ ഇങ്ങനെ ഒരു ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു കഫ്താൻ ലുക്കിൽ സ്റ്റിച്ച് ചെയ്യുമ്പം കുറച്ചും കൂടെ ഒരു പെർഫെക്റ്റ് ലുക്കായിരിക്കും. എങ്ങനെ വേണേലും നമുക്ക് ഇതൊക്കെ സ്റ്റിച്ച് ചെയ്യാം. ഇതാണ് എൻ്റെ ദുപ്പട്ട വന്നേക്കുക. വളരെ സിമ്പിളായിട്ട് വരുന്ന ദുപ്പട്ട. ആൻഡ് ബോട്ടത്തിലും ഫുള്ളി പ്രിന്റ് കോട്ടൺ റയോൺ ആണ്. നല്ല കളേഴ്സിലാണ് ഇതൊക്കെ ഡൈ ചെയ്യുന്നത്. സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇത് വാഷ് ചെയ്യാനും നോക്കിക്കൊള്ളുക. ആണ് ലുക്ക്. വെറും 795 ആണ് റേഞ്ച്. അടുത്ത ഡിസൈൻ ഇതാണ്. ഡിസൈൻ അല്ല, കളറ് നല്ലൊരു റെഡ് ആണ് ഇതിൽ പോയേക്കുക. റെഡ് വന്നേക്കുന്നത് മുന്നേ കണ്ട കളേഴ്സിലെല്ലാം റെഡ് ആയിരുന്നു ഈ ഒരു കോമ്പിനേഷൻസിൽ ഈ ബോർഡറിനകത്ത് കൊടുത്തേക്കുക. ഇതിൽ അതുകൊണ്ട് തന്നെ റെഡ് കൊടുത്താൽ ഹൈലൈറ്റഡ് ആകുമല്ലാത്തതുകൊണ്ട് നമ്മളിതിൽ കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നേവി ബ്ലൂ ആക്കിയേക്കുന്നു. ഇതാണ് ദുപ്പട്ടയുടെ കോമ്പിനേഷൻ. നല്ല സുഖമാണ്. ഈ ടൈപ്പ് ഫാബ്രിക്സ് നമുക്ക് യൂസ് ചെയ്യാനും അതുപോലെ ട്രാവൽ ചെയ്യുമ്പോഴും അതുപോലെ ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ട് വളരെ ലോ റേഞ്ചാണ്. ആൻഡ് നല്ല ലുക്കാണ്. ഇതാണ് ബോട്ടം വന്നിരിക്കുക. ബോട്ടത്തിലും ഫുള്ളി ആ ഒരു അച്രാക് ഡിസൈൻ തന്നെ ചെയ്തേക്കുന്നു. ഒരു ലുക്ക്. സോ ഇതാണ് അടുത്ത കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത്. ലാസ്റ്റ് വൺ ഒരു വൈൻ കളറാണ്. ഡാർക്ക് വൈൻ കളർ. അതിലും ആ ഒരു നേവി ബ്ലൂ കോമ്പിനേഷൻസിലാണ് നമ്മൾ ആ ഒരു പ്രിന്റ് കൊടുത്തിരിക്കുന്നത്. എല്ലാം ഒന്നിനൊന്നിന് പൊളിയാണ്. വേണമെങ്കിൽ നമുക്കൊരു കപ്താൻ മോഡൽ സ്റ്റിച്ച് ചെയ്യാനും പെർഫെക്റ്റ് ആണ്. അതായത് ഇവിടം ഇങ്ങനെ ആ ഒരു ടെമ്പിൾ ഡിസൈൻ കൊടുത്തേക്കുന്നതുകൊണ്ട് മറ്റിങ്ങനത്തെ ടൈപ്പ് ഫാബ്രിക്കിൽ വരുന്ന ഡിസൈൻസിനേക്കാളും കുറച്ചും കൂടെ ആപ്റ്റ് ആണ് ഈ ടൈപ്പ് ഡിസൈൻസ് നമുക്ക് ആ ഒരു മോഡലിൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയും കളേഴ്സേ വരുന്നുള്ളൂ. Thank you.